അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിയാത്ത അറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം എല്ലാവരും വീടുകളിൽ മൃഗങ്ങളെ വളർത്തുന്നവരാണ്. ആ മൃഗങ്ങളെ വളർത്തുമ്പോൾ പാലുകുടി ഒഴിവാക്കാത്ത ചെറിയ മൃഗക്കുട്ടികളെ, ആട്ടിൻകുട്ടിയോ പശുക്കുട്ടിയോ ഒക്കെ ആകാം, ആ ആട്ടിൻകുട്ടികളെയും പശുക്കുട്ടികളെയൊക്കെ അതിനെ വേർതിരിപ്പിച്ച് നിർത്തൽ അത് പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടിയുടെ പാലുകുടി മാറുന്നതുവരെ ആ അമ്മയോടൊപ്പം തന്നെ കിടത്തണം. ചില ആളുകൾ അതൊക്കെ ചെയ്യാറുണ്ട്. അത് ഇന്നത്തെ അറിയാത്ത അറിവുകളിൽ ശ്രദ്ധിക്കേണ്ടതായി ഉണർത്തുന്നു. അതുപോലെ തന്നെയാണ് അതിൻ്റെ പല്ല് ചുരക്കലും പാടില്ല. അതുപോലെ തന്നെ ഭാരം മൃഗങ്ങളോട് വല്ല അമിതമായിട്ട് വെച്ചു കൊടുക്കാൻ പാടില്ല. അത് പൊട്ടകമായാലും കഴുതയായാലും ഏത് വളർത്തുന്ന മൃഗമായാലും നമ്മൾ ഉപയോഗിക്കുന്ന മൃഗമായാലും ഭാരം കൂടിയ ലഗേജുകൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാൻ പാടില്ല. കൂടുതൽ ഭാരമുള്ളത് അതിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിനോട് ചെയ്യുന്ന മറ്റു ഉൽമത്തുകൾ, മറ്റു അക്രമങ്ങൾ, അതൊക്കെ പരിശുദ്ധ ഇസ്ലാം വളരെയധികം നിരോധിച്ചിട്ടുള്ളതാണ്. എന്തിനു പറയണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ തഴമ്പുള്ള കൈ കൊണ്ട് ആടിനെയും മാടിനൊന്നും നിങ്ങൾ കറക്കാൻ പാടില്ല. പാല് കറക്കുമ്പോൾ തഴമ്പുള്ള കൈ കൊണ്ട് പാടില്ല. കാരണം അതിന് വേദനയാകും. അപ്പം അത്രയും കാരുണ്യമുള്ള നേതാവ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞ മുത്തുനബി, ആ മുത്തുനബി പറഞ്ഞത് കണ്ടില്ലേ? അപ്പോൾ ജീവികളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. ആ ജീവികളെ നമുക്ക് അല്ലാഹു അനുഗ്രഹമായി തന്നപ്പോൾ ആ ജീവികളെ കൃത്യമായിട്ട് നാം അതിനെ സ്നേഹിച്ച് അതിനെ സമാധാനിപ്പിച്ച് അതിനെ നമ്മൾ വളർത്തണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരറിവ്, നമ്മുടെ മാതാപിതാക്കളൊക്കെ സ്വാലിഹീങ്ങളായ, കുറേ ഇബാദത്ത് ചെയ്യുന്ന മാതാപിതാക്കളുണ്ടാവും. എന്നാലും നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ടാവും. മാതാപിതാക്കൾ എത്ര സ്വാലിഹീങ്ങളാകുന്നോ അതൊക്കെ മക്കൾക്ക് ഉപകാരപ്പെടുമെന്നാണ്. ഏകദേശം 80 വർഷത്തോളം കാവൽ അതിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ്. മഹാനായ ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും കൂടുതൽ നിസ്കരിക്കുന്ന മഹാനായിരുന്നു. ആ ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു മക്കളെ വിളിച്ചുകൊണ്ട് പറയുമത്രേ, ഞാൻ ഇന്ന് കൂടുതൽ നിസ്കരിച്ചിരിക്കുന്നു, അത് നിനക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞ് മകനോട് പറയും. അതുപോലെ മക്കളോട് പറയും. കണ്ടില്ലേ? അപ്പോൾ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളായാൽ മക്കൾക്ക് അത് ഉപകാരപ്പെടുമെന്നുള്ളതാണ്. മക്കൾക്ക് കാവലാണ്. മക്കൾക്കതുകൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ മാതാപിതാക്കളാണ് നന്നാവേണ്ടത് ആദ്യം, എന്നിട്ടാണല്ലോ മക്കളെ നന്നാക്കേണ്ടത്. അപ്പോൾ മാതാപിതാക്കൾ എങ്ങനെയാണോ അതുപോലെയാണ് മക്കളുണ്ടാവുക. അള്ളാഹു നമുക്ക് ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ളതായ ഇൽമുകൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. പരമാവധി മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ മക്കൾക്ക് വേണ്ടി നല്ലോണം ദുആ ചെയ്യും. കൂടുതലും ഉമ്മമാരാണ് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. അതുപോലെ ഉപ്പമാരും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ ആ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ചില ആളുകൾ നിസ്കരിച്ച് മക്കളൊക്കെ എഴുന്നേറ്റോടാറുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി നല്ലോണം ദുആ ചെയ്യണം. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് നമുക്ക് ഖുർആനിലൂടെ ദുആ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ദുആ, എന്നെ ചെറുപ്പപ്രായത്തിൽ എന്നെ പോറ്റി വളർത്തി എൻ്റെ മാതാപിതാക്കൾക്ക് റഹ്മാനെ നീ ഗുണം ചെയ്യണേ, റഹ്മത്ത് ചെയ്യണേ എന്നുള്ള അർത്ഥവത്തായ ദുആകളടക്കം നമുക്ക് ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ദുആ ചെയ്ത് മാതാപിതാക്കളെ സ്നേഹിച്ച് അവർ സാലിഹീങ്ങളാവുമ്പോൾ നമ്മളും സാലിഹീങ്ങളാവും. ആ രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്നത്തെ അറിയാത്ത അറിവുകളിൽ നിന്ന് ലഭിച്ച ഇൽമ് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.